ഇനി 24 ദിവസങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. സാധാരണക്കാരന്റെ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും ജനങ്ങൾക്കിടയിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയാണ്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 24 ദിവസമാണ് ബാക്കി. രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന ക്യാമ്പയിനുകൾ കൃത്യമായും ജനങ്ങളോട് സംവദിക്കുന്നുണ്ടോ കാര്യങ്ങൾ എന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് അനിൽ ബോസ്, കോൺഗ്രസിന്റെ നേതാവ്, ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, പി ശ്രീകുമാർ, ജന്മഭൂമി, ഒപ്പം എസ് കെ സജീഷ്, CPIM നേതാവ്. ഞാൻ ആദ്യം രാഷ്ട്രീയ നിരീക്ഷകനായ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് ഒരു പക്ഷേ മോദിക്കെതിരായ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരായ തെരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിലാണ്. ആ നിലയിൽ കൃത്യമായി കോൺഗ്രസിനും ഇടതുമുന്നണിക്കും അവരുടെ ക്യാമ്പയിനിലേക്ക് എത്താൻ ശരിക്കും ഈ ഭരണത്തിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ഉയർത്തിയെടുക്കാൻ ഇതിനോടകം ആയിട്ടുണ്ടോ എന്ന് ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ആദ്യഘട്ടം പരിശോധിക്കുകയാണ്. ലാൽ, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറയാം. കേരളത്തിൽ 2 സീറ്റ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ന്യൂനതയായി തന്നെ ഞാൻ കാണുന്നു. കാര്യം കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയുടെ സ്ട്രക്ചറിൽ നിന്ന് അവർക്ക് മാന്യമായ ഒരു 20 സീറ്റ് വീതിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഘടകകക്ഷികളെല്ലാം ഒഴിച്ചു നിർത്തിയ 17 ഉണ്ടെന്ന് തോന്നുന്നു. അത് മാന്യമായി വീതിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആന്റി ഫാസിസ്റ്റ് ഗ്രൂപ്പിന് ഒരു ന്യൂനതയായി തന്നെ നമുക്ക് കരുതാം. കാര്യം എന്താണ് ഇവർക്ക് ഇതിനകത്ത് നേടാനുള്ളത്? രാഹുൽ ഗാന്ധി ഇവിടെ വരുമോ ഇല്ലയോ എന്നുള്ള വരുമെങ്കിൽ വരട്ടെ, ലെറ്റ് ഹിം കം. ഇത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. വ്യത്യാസം വരുത്തുമായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം UP ഇതായിരുന്നില്ല സംഭവിക്കേണ്ടത്. പൂർണ്ണമായി അദ്ദേഹത്തിന് തൂത്തുവാരാൻ കഴിഞ്ഞേനെ. അപ്പം അങ്ങനൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹം വരുമോ വരാതിരിക്കുമോ എന്നുള്ളതല്ല, ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാൻ, ഇവിടുത്തെ ജനങ്ങളെ നിരാശപ്പെടുത്താതിരിക്കാൻ. ഇപ്പൊ കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ നിരാശപ്പെടുത്താതിരിക്കാൻ ഈ സീറ്റ് അങ്ങ് പ്രഖ്യാപിക്കണം. ലെറ്റ് ഹിം കം ആൻഡ് കോൺടെസ്റ്റ് അഗൈൻസ്റ്റ് CPI എന്നാണ് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കേന്ദ്ര രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ട്രാറ്റജിക്കലി ആന്റി ഫാസിസ്റ്റ് ക്യാമ്പിൽ കൃത്യമായി മുന്നോട്ട് കാര്യങ്ങൾ. ഇന്നത്തെ വാർത്ത വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രിയങ്ക ഗാന്ധിയെ തന്നെ വാരണാസിയിൽ നിർത്താൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ നിർത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് കാര്യമായിരിക്കാം. ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല. മോഡി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനർ, ഞാൻ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നതിന് എനിക്ക് മടിയുള്ള ഒരാളാണ്. കാര്യം അദ്ദേഹത്തിന് ക്യാമ്പയിനിങ് പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരാളാണ്. ആ ക്യാമ്പയിനറെ തളച്ചിടാൻ ഒരു പരിധിവരെ ചിലപ്പം എതിർ വിഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കഴിയാൻ സാധ്യതയുണ്ട്. കാര്യം അതൊരു ചെറിയ കാര്യമല്ല. കാര്യം അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ബേഡായിട്ട് നടന്ന് പ്രചരണം നടത്തത്തക്ക രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രിയങ്ക ഗാന്ധി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാതെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ല് അത് ജനങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ആര് തന്നെ എടുക്കുക, ഞാനിപ്പം ഇടതുപക്ഷത്തോട് ഒരല്പം മനസ്സ് നിൽക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ ഇവരെ കാണിക്കുന്ന കണ്ടിട്ട് ഫ്രസ്ട്രേഷൻ വന്നു തുടങ്ങി. സോറി, ബേസിക്കലി LDFന് ഒരു അഡ്വാൻറ്റേജ് അത് തരുന്നതെങ്കിലും ഇങ്ങനല്ല ഈ അഡ്വാൻറ്റേജ് നമുക്ക് പോലും കിട്ടേണ്ടതെന്ന് തോന്നുന്നു. കാര്യം അവർ മൊത്തത്തിൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ തോപ്പിക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി എപ്പോഴും പറഞ്ഞ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പൂർണ്ണമായും അവരെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ മൊത്തം ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് തോപ്പിക്കുക. അപ്പോൾ LDF ജയിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവരെ പൂർണ്ണമായും പൊട്ടൻഷ്യൽ ആയിട്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്തിട്ടും തോപ്പിക്കുക. രാഹുൽ ഗാന്ധി വന്നാൽ തോക്കത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. റായ്ബറേലിയിൽ രാജ്നാരായണന്റെ അടുക്കൽ തോറ്റുപോയി ഇന്ദിരാഗാന്ധിയെ നമ്മൾ കണ്ടതാണ്. രാജ്നാരായണൻ അത്ര വലിയ ഫിഗറൊന്നും അല്ലായിരുന്നു. അപ്പം തോക്കുമെന്നോ ജയിക്കുമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ വളരെ മാന്യമായി ഇവർ കാര്യങ്ങളെ കടുപ്പിച്ചില്ല എങ്കിൽ വളരെ കുഴപ്പമാകും. കാര്യം അത് രാഷ്ട്രീയത്തിന് അല്ല കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് എതിരെ ഉള്ള ഒരു നോട്ടമായി ഞാൻ കരുതുന്നു. ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. ഒരു പക്ഷേ രാജീവ് ഗാന്ധിക്ക് ശേഷം ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി സർവ്വ അധികാരത്തോടെയും കൂടി, അതായത് എല്ലാ ഭൂരിപക്ഷത്തോടു കൂടിയും ഭരിച്ച ഒരു ചരിത്രം ഇന്ത്യയുടെ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇല്ല. ഇപ്പോൾ ഇത്രയും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യ സാധ്യതകളെയും അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ നിലപാടുകൾ പോകുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും ഡൽഹി, പഞ്ചാബ്, അങ്ങനെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും എടുത്തു നോക്കുമ്പോൾ പലരും പിണങ്ങി മാറി നിൽക്കുന്നു. എല്ലായിടത്തും അവർ സ്വന്തമായി മത്സരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ബദലിലേക്ക് കോൺഗ്രസിന് നടന്നു കയറാനാവുക? ലാൽ, അല്ല, കോൺഗ്രസ് ആദ്യ പോയിന്റിൽ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് ഷീലാ ദീക്ഷിതിന്റെ പ്രഷറിൽ അവർ മുങ്ങിപ്പോയി എന്നുള്ള സക്കംബ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ എന്നാൽ പോലും അവരിപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും ആ ചർച്ചയെ പുനരാരംഭിച്ചിട്ടുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഹരിയാനയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും AAP സഹകരിക്കാനുള്ള സാധ്യതകൾ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം SP-BSP സഖ്യത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലെന്ന് SP-BSP തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത്
ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് വളരെ ഷെയർ കുറവാണെങ്കിലും ഇവർക്ക് എല്ലാ സീറ്റുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളും മത്സരിക്കണം എന്ന് പറയുന്നതിനൊന്നും ലോജിക്കില്ല. എസ്പെഷ്യലി ബംഗാളിൽ നമ്മൾ CPI-യുമായിട്ടുള്ള ഒരു കൈ കോർക്കുന്ന ഒരു നിമിഷം, അവസാന നിമിഷം വന്നു കഴിഞ്ഞപ്പോൾ അവരവരുടെ തോന്നിവാസം ചെയ്യുന്നു, അപ്പോഴത്തേന് ഇവരും റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ചർച്ചയിൽ വഴി ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ഇച്ചിലൂടെ അവധാനതയോടുകൂടി പെരുമാറേണ്ടത് ഒരു കാര്യമുണ്ട്. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു, അങ്ങനെയുള്ള ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പുറത്ത് നിൽക്കുന്ന ഈ പൊട്ടൻഷ്യൽ എനിമിയെ തോപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. അത് അവർ കാണുന്നില്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് ആൾക്കാരുണ്ട്. ആകുമായിരിക്കാം, ആകാതിരിക്കുമായിരിക്കാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ഫിഗറിന് തന്നെ നമ്മൾ പറയണം. നമ്മൾ കുറച്ച് കാലമായിട്ട് ഒളിച്ചോടി പോകുന്നതാണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളെ തോപ്പിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടായി വരിക, അതിന് പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കത്തുള്ളൂ. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യെച്ചൂരിയും എല്ലാവരും ചേർന്ന് ഇതൊരു വലിയ ഫോഴ്സായി മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് ചെയ്തത് എന്താണ്? രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വയനാട്ടിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എല്ലാം ഒരു നെടുന്തൂണെന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വയനാട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആന്റി ഫാസിസ്റ്റ് ക്യാമ്പിന് എന്തൊരു ഇമേജാണ് കൊടുക്കുന്നത്. അതൊക്കെ തെറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു ഇതായിരുന്നില്ല. കാരണം അദ്ദേഹം കർണാടകത്തിൽ എവിടെയും ഒരു മാന്യമായ BJP-ക്ക് എതിരായി നിന്ന് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയായിരുന്നു വേണ്ടത്. അല്ലാതെ വയനാട്ടിൽ വന്ന ഒരു സേഫ് മണ്ഡലം അവിടെ പ്രിഫർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഗീവ്സ് എ റോങ് മെസ്സേജ്, മേ ബി എ ഗുഡ് മെസ്സേജ് ടു കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിരിക്കാം. പക്ഷേ രാഷ്ട്രത്തിന്റെ തലവനാകാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരു റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ തന്നെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. കാര്യം രാഹുൽ ഗാന്ധി ഇങ്ങനൊന്നും ബിഹേവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് കരുതിയില്ല. ഇവർ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയും പ്രശ്നം ഉണ്ടാക്കുക ചെയ്യുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോകുന്ന 20 സീറ്റും ആന്റി ഫാസിസ്റ്റ് ക്യാമ്പിൽ നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ആന്റി ഫാസിസ്റ്റ് മൂവ്മെന്റ് ഒന്നുകൂടെ കൃത്യമാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കണമായിരുന്നു. അതിന് കർണാടകയായിരുന്നു ഏറ്റവും നല്ല സംസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് മൊത്തത്തിൽ ഒരു വേവ് ഉണ്ടാക്കാൻ പറ്റിയേനെ. ഇത് കേരളത്തിൽ നിന്ന് എങ്ങോട്ട് അറബിക്കടലിലോട്ടാണ് ഇവർ ഇതിന്റെ റിപ്പിൾ ഇഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം 40 സീറ്റും ഉറപ്പായിട്ടും തമിഴ്നാട്ടിൽ DMK ജയിക്കാൻ പോകണം. ഇവരെ ജയിക്കത്തില്ല എന്നൊക്കെ പറയും. DMK അവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് നിൽക്കുന്ന സാധനമാണ്. അപ്പം റിപ്പിൾ ഇഫക്റ്റ്, അതിന്റെ ഒരു ആഫ്റ്റർ ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കണമായിരുന്നെങ്കിൽ അദ്ദേഹം കർണാടകത്തിൽ നിന്നെങ്കിൽ ആന്ധ്രയിലോട്ടും അല്ലെങ്കിൽ തെലങ്കാന റീജിയനിലേക്കും ഒക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി അദ്ദേഹം സൗത്ത് ഇന്ത്യയിലോട്ട് മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല അതിനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. വഷളാക്കി നശിപ്പിച്ച് ഏതാണ്ട് എല്ലാ ആൾക്കാരെയും വെറുപ്പിച്ചു വരും. അങ്ങനല്ല കാര്യം ചെയ്യേണ്ടത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റിനെ വളരെ മാന്യമായ പൊസിഷൻ ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം വയനാട്ടിൽ തന്നെ മത്സരിക്കണം. വയനാട്ടിൽ മത്സരിച്ച് ഇവിടെ എന്ത് നടക്കാൻ പോകുന്നു ഇവിടെ അറിയുന്നത്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധത കേരളീയർ കാണിക്കും. അത്രമാത്രം കരുതിയാൽ മതി. അനിൽ ബോസിലേക്ക് പോവുകയാണ്. അനിൽ ബോസ്, ഈ പറഞ്ഞ വിഷയങ്ങൾ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പരിശോധിക്കുന്നതും. കേരളത്തിൽ ജനവിധി രേഖപ്പെടുത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച ആയിരിക്കണം ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരു ബോംബിട്ടത്. അത് വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഇതാ കൃത്യമായി പറയുകയാണെങ്കിൽ 8 ദിവസം പൂർണ്ണമാകുന്നു. അനിൽ ബോസിന് ഈ ഘട്ടത്തിലെങ്കിലും ആ തെരഞ്ഞെടുപ്പ് ചിത്രം പ്രേക്ഷകരോട് വ്യക്തമാക്കാനാകുമോ? അത് ഒരു ചോദ്യം. മറ്റൊന്ന്, ഗുജറാത്തും പഞ്ചാബും ഹരിയാനയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സഖ്യ സാധ്യതകൾ പൊളിയുന്നു എന്ന നിലയിലേക്ക് സൂചനകൾ വരുന്നു. ഗുജറാത്തിൽ NCP സ്വതന്ത്രമായി 26 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇവരൊക്കെയും കോൺഗ്രസുമായി ആദ്യഘട്ടത്തിൽ ഒരു സഖ്യ സാധ്യത തുറന്നിട്ടതാണ്. പല കാര്യങ്ങളിലും ഒരുമിച്ച് പോകാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതുമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ നിലയിൽ നിലപാടുകൾ എടുത്ത് മോദിയെ എതിർക്കാനുള്ള ശേഷി നേടിയെടുക്കുക? അനിൽ ബോസ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആദ്യം ശ്രമിക്കുക അവരവരുടെ വ്യക്തിപ്രഭാവം നിലനിർത്തുന്നതിനും അവരുടെ ശക്തി പരമാവധി ആർജിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിനുമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസ് പാർട്ടി ഇവിടെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങൾ പ്രതിപക്ഷ നിരയുടെ ഐക്യം തകരുന്നതിന് കാരണമായ ഏതെങ്കിലും ഒരു സമീപനം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാനത് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ കാരണം, ഇന്ത്യയിൽ ആദ്യമായി പ്രതിപക്ഷ പാർട്ടികളുടെ ഏകോപന സമിതി യോഗം തൽക്കട്ടോറയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ പ്രതിപക്ഷ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന സമിതിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ശരത് യാദവും അതോടൊപ്പം തന്നെ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാന്യനായ സീതാറാം യെച്ചൂരി കോർഡിനേറ്ററും ആയി
ട്ടുള്ള ഒരു മൂവ്മെന്റ്, അതായത് ഒരുപാട് സംഘടനകളുണ്ട്, 10-24ഓളം രാഷ്ട്രീയ പാർട്ടികൾ അന്ന് യോഗം ചേരുകയും ആ യോഗത്തിൽ പങ്കെടുക്കുകയും അതിൽ പ്രസംഗിക്കുകയും ആ ചർച്ചകളുടെ ഭാഗമാകുകയും ചെയ്തു. അപ്പം പ്രതിപക്ഷ മുന്നേറ്റത്തിന് ഗുണകരമാകുന്ന ഒരു തുടക്കമായിട്ടാണ് ആ സമ്മേളനത്തെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ അതിനെ വളരെ ഗൗരവപൂർവ്വമാണ് കാണുന്നത്. വളരെ നല്ല രീതിയിലുള്ളൊരു തുടക്കമായിട്ടാണ് കാണുന്നത്. CPIയുടെ D രാജ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, മറ്റൊരുപാട് പാർട്ടിയുടെ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ പാർട്ടിയിലേക്കും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരമൊരു നല്ല തുടക്കം, പ്രതിപക്ഷ നിരയുടെ ഏകോപനം അത് നല്ല രീതിയിലുണ്ടായി. അത് മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അതാത് സ്ഥലത്ത് ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർക്ക് സീറ്റ് ഡിമാൻഡുകൾ ഉണ്ടാവും. പലവിധ ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്ന ആളുകൾ യോജിക്കാൻ ഒരു ടേബിൾ ഡിസ്കഷൻ വരുമ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടാകും എന്നതിനപ്പുറം പ്രതിപക്ഷ നിരയുടെ ഐക്യം തകർക്കുന്ന ഒരു പ്രവണതയോ പ്രവർത്തനമോ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടാകത്തില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയേട്ടൻ മനോഭാവമില്ല. ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞവരുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണെന്നൊരു യോഗത്തിൽ പണ്ട് പ്രസംഗിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പല പ്രസംഗങ്ങളും പ്രചരണങ്ങളും പല സന്ദർഭങ്ങളിലും നടക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വ്യക്തമായ മുദ്രാവാക്യം ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരത, വർഗീയ ഭീകരത, വിഘടനവാദം, ഈ കഴിഞ്ഞ 4.5 വർഷം പിന്നിടുന്ന മോഡി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ, പുതിയമോടുകൂടി ജനോപകാരപ്രദമായതൊന്നും ചെയ്യാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട്, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതോടൊപ്പം ഈ രാജ്യത്ത് ഇന്നലെ വരെ ഉയരാത്ത പുതിയ ഒരു വലിയ മുദ്രാവാക്യം മിനിമം ഗ്യാരണ്ടി പ്രോഗ്രാം അടക്കമുള്ള പ്രതി വർഷം 72,000 രൂപ കുടുംബങ്ങൾക്ക് നിയമനിർമ്മാണത്തിലൂടെ അവകാശമായി അനുവദിച്ച് നൽകുന്ന പദ്ധതി അടക്കം കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ അജണ്ടയിൽ ഒന്നാമത്തെ അജണ്ട രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുക എന്നുള്ളതിനപ്പുറം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വേച്ഛാധിപത്യ ഭരണം ഇന്ത്യയിലെ മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും, പ്രത്യേകിച്ച് CBI, അതോടൊപ്പം വിവരാവകാശ കമ്മീഷൻ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സുപ്രീം കോടതി തുടങ്ങി പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കുന്ന, ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളോട് സംവദിക്കാൻ ഭയന്നോടുന്ന ഒരു പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് കോൺഗ്രസ് പാർട്ടി ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അനിൽ ബോസ്, ഒരു കാര്യം കൂടി, വയനാടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത താങ്കൾക്ക് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുമോ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ഉത്തരം പറയാം. നിലവിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരൻ ആഗ്രഹിക്കും. ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് 100 സീറ്റിലധികം മത്സരിക്കുന്ന പ്രതിപക്ഷത്തെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയാകണമെന്ന് ആ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനമായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് യോഗ്യനായി രാഹുൽ ഗാന്ധിക്ക് അപ്പുറം മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് വേറൊരു പേരില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അല്ല രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആദ്യമായി നിലപാടെടുത്തത് ഇവിടെ ശ്രീ ലാൽകുമാർ പറഞ്ഞല്ലോ DMKയുടെ കാര്യം. തമിഴ്നാട്ടിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസുമായി സഖ്യത്തിലാണ്. ആ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന DMKയുടെ നേതാവ് സ്റ്റാലിൻ ആണ് ആദ്യമായി യോഗത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ, പ്രതിപക്ഷ നിരയെ നയിക്കാൻ യോഗ്യൻ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞത്. ആർക്കാ അതിൽ തർക്കം? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ CPMകാർ 20 പേരും അങ്ങോട്ട് ജയിച്ചു തന്നാൽ പിണറായി വിജയന് പ്രധാനമന്ത്രിയാകാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകും ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ആൾക്ക് പ്രധാനമന്ത്രിയാകാനാണ് ഇവർ വോട്ട് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ഇവിടെ ലാൽ സൂചിപ്പിച്ചത് വളരെ കൃത്യവും വ്യക്തവുമാണ്. കേരളത്തെ 20 പാർലമെന്റ് അംഗങ്ങൾ ജയിച്ചു ചെന്നാലും വർഗീയ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അതിൻ്റെ തണലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ നിലപാടെടുക്കാൻ കഴിയൂ. അവിടെ തമ്മിൽ മത്സരം നടക്കുമ്പോൾ വയനാട് തട്ടകമാക്കി രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ചോദിക്കുന്ന ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി CPMനെ എതിർക്കാൻ ഇവിടെ വരേണ്ടതുണ്ടോ? അല്ല, താങ്കൾ ഇപ്പോൾ പ്രസക്തമായി ചൂണ്ടിക്കാണിച്ച് MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് താങ്കളുടെ ഓർമ്മയിലുണ്ടാകുമോ? സ്റ്റാലിനും പറഞ്ഞു ഇവിടെ വയനാടല്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കേണ്ടത്, വലിയ തെറ്റായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു തീരുമാനവും ആലോചനയും രാജ്യത്തിന് മുന്നിൽ വയ്ക്കുക എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ പലരും
ശ്രീ ആനന്ദിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ആനന്ദ് അങ്ങനെ പറഞ്ഞത്. കാരണം തമിഴ്നാട്ടിൽ DMK മുന്നോട്ട് വെച്ചത്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണാധികാരി എന്നുള്ള നിലയിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച ജില്ലയാണ് തമിഴ്നാട്ടിലെ ശിവഗംഗ. ആ ശിവഗംഗയിൽ മത്സരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധിയോട് DMK ആവശ്യപ്പെട്ടത്, അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത്. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ പെടുന്നവരോ കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുന്നവരോ രാഹുൽ ഗാന്ധി അവിടെ വരണമെന്ന് ആഗ്രഹിക്കും. അത് നല്ല കാര്യമല്ലേ? കർണാടകയിൽ സിദ്ധരാമയ്യയും കുമാരസ്വാമിയും അടക്കമുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ രാഹുൽ ഗാന്ധി കർണാടകയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നല്ല കാര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ 1 അല്ല 2 അല്ല 3 അല്ല അതിലധികം ഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ. ഞങ്ങളാരും നിഷേധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഞങ്ങളുടെ പാർട്ടി കേരളത്തിൽ ഒറ്റക്കെട്ടായി UDF-ഉം കോൺഗ്രസും ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന്. ശരി അനിൽ ബോസ്, വ്യക്തമാണ്. ഞാൻ ലാൽകുമാറിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ലാൽകുമാർ, ഈ പ്രസക്തമായ ചില വിഷയങ്ങൾ ബാക്കി നിൽക്കുന്നു. അതിനെ അനിൽ ബോസ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മറുപടികൾ വ്യക്തതയും തെളിഞ്ഞ ചിത്രവും നൽകുന്നതാണോ ലാൽകുമാർ? 1-2 കാര്യം ആഡ് ചെയ്തോട്ടെ. ഒന്ന്, രാഹുൽ ഗാന്ധിയെ ശിവഗംഗയിലേക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ശിവഗംഗയിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് 4ാം സ്ഥാനത്ത് മറ്റായിരുന്നു. അത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആരാണ് അവിടുത്തെ 4ാം സ്ഥാനത്ത് പോയത്? പളനിയപ്പൻ ചിദംബരത്തിന്റെ മകനാണ് പോയത്. ഈ പ്രാവശ്യം തെറ്റാണ്. ലാലത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, ചിദംബരത്തിന്റെ മകനെ ഈ പ്രാവശ്യം അവിടെ മത്സരിപ്പിക്കണമെന്നൊരു താല്പര്യമുണ്ട്. അവിടുത്തെ DMK-ക്ക് ആ താല്പര്യമില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത്, അല്ല വേറൊന്നും കൊണ്ടല്ല. അല്ലാതെ ചിദംബരത്തിന്റെ മോനെ ഒഴിവാക്കി നിർത്താനായിട്ടാണ് അങ്ങോട്ട് വിളിക്കുന്നത്. ജയിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഉറപ്പായിട്ടും ജയിക്കുന്ന മണ്ഡലമാണ് ഒന്നത്. പിന്നെ ഇവിടെ മൊത്തത്തിലൊരു ചർച്ചാ വിഷയമായിട്ട് വന്നിരുന്നത് CPI-യും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഇടതുപക്ഷമെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പക്ഷമെങ്കിൽ പിന്നെ ഇവർക്ക് ഇതങ്ങ് പിരിച്ചുവിട്ടൂടെ? എന്തിനാണ് കൊണ്ട് നടക്കുന്നത്? കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു സീറ്റിൽ, ആ സീറ്റിൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് AICC പ്രസിഡന്റിനെ അവിടെ നിർത്തണമെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കാരുടെ സമ്മതം വേണമെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തുറന്നു വെച്ചിട്ടിരിക്കുന്നത്? പൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. 4 അണയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്ത ഗാന്ധിജിയുടെ പാർട്ടിയാണ്, മനസ്സിലായില്ലേ? സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്ന പാർട്ടിയാണ്. ഇവർക്ക് AICC പ്രസിഡന്റിനെ വയനാട്ടിൽ നിർത്തണമെങ്കിൽ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് കേട്ടാൽ മനസ്സിലാവില്ലേ ഇത്? പിന്നെ ഇനി തർക്കങ്ങളും ഒത്തിരി സാധനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. കാര്യം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾ വന്ന് മത്സരിക്കുന്നേ, നിങ്ങൾ വന്ന് ആ CPI-കാരൻ ആയിട്ട് മത്സരിച്ച് ജയിക്കും. നിങ്ങൾ 5 ലക്ഷമോ 10 ലക്ഷമോ വോട്ട് ജയിക്കുക. ഈ കൺഫ്യൂഷൻസ് വേണ്ടല്ലോ. ഇത് പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇത് സംഭവിച്ചെന്നറിയോ? ഈ ക്യാമ്പില് UDF ക്യാമ്പില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചരണത്തിൽ അവർ പുറകോട്ട് പോയി. അപ്പൊ ഉമ്മൻചാണ്ടി ഇപ്പൊ വരുന്നു. ഇപ്പൊ നെടുമുടി ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു ഇപ്പൊ പൊട്ടിക്കുന്നു പറഞ്ഞ ഒരു സാധനം പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഇവർ തന്നെ ഇത് കുളമാക്കിക്കൊണ്ട് ചിലപ്പം രാഹുൽ ഗാന്ധി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വന്നാലും ഈ കേരളത്തിന്റെ ഈ നാടിന്റെ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം ഇവർ കാണും. ഇപ്പം രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞിട്ട് 5 ലക്ഷം വോട്ടിന് ജയിക്കുന്ന റായ്ബറേലിയിലെ ഇവിടുത്തെയും ബാക്കി എല്ലായിടത്തും എല്ലാം കൂടെ കൂട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നടക്കാമെന്ന കാര്യമല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീകുമാർ, എന്താണ് ഇലക്ഷന്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിഷയങ്ങൾ? കേരളത്തിൽ ഞാൻ അനിൽ ബോസിലേക്ക് വരാം. ഈ ചോദ്യങ്ങൾ താങ്കൾ ഓർത്തു വെക്കൂ, എന്റെ കയ്യിലുമുണ്ട്. താങ്കൾക്ക് തീർച്ചയായും മറുപടി പറയാൻ അവസരമുണ്ട്. ഞാൻ തീർച്ചയായും ലാൽകുമാർ ചർച്ചയിൽ തുടരുന്നുണ്ട്. അനിൽ ബോസ് കാത്തിരിക്കൂ. ഞാൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീകുമാർ, നിരവധി വിഷയങ്ങൾ ഉണ്ട്. തൊഴിലില്ലായ്മ അടക്കം, അതിന്റെ നിരക്ക് വർദ്ധിച്ചതടക്കം, തീവ്രവാദ പ്രശ്നങ്ങൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ. ഈ കാര്യങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഭരണ നേട്ടമായി കൃത്യമായി രാജ്യത്തിന് മുന്നിലേക്ക് വെക്കുന്ന കാര്യങ്ങൾ എണ്ണി പറയാനാകുമോ? ഇന്നും അമിത്ഷാ പറയുന്നത് കേരളത്തിൽ ശബരിമല വിഷയമടക്കം പ്രചരണമാക്കും എന്നാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അത്തരം നേട്ടങ്ങളുമായിട്ടാണോ BJP മുന്നോട്ട് പോകുന്നത്? അക്കാര്യത്തിൽ ഒരു അടിവരയിട്ട വർത്തമാനം താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ശ്രീകുമാർ? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിവിധ വിഷയങ്ങളുണ്ടായിരുന്നു. അതിനു മുമ്പ് വരെ BJPയെ കുറിച്ച് പറഞ്ഞ് ഹിന്ദുത്വം, 370 വകുപ്പ്, രാമജന്മഭൂമി തുടങ്ങിയ വിഷയങ്ങളൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച 2 കോർ ഇഷ്യൂ, ഒന്ന് കോൺഗ്രസ് സർക്കാരിന്റെ UPA സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിലുണ്ടായ അഴിമതിയും, രണ്ടാമത് വികസനവുമായിരുന്നു. വികസനം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി മാതൃക കാണിച്ച വികസനം, ഗുജറാത്ത് മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിവിധ വശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രാജ്യവ്യാപകമായിട്ട് പ്രചരണം നടത്തിയാണ് നരേന്ദ്രമോദി അല്ലെ BJP സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളെക്കാളും മുൻതൂക്കം വികസനത്തിനും അതുപോലെ അഴിമതിക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അങ്ങനെ പറഞ്ഞപ്പോഴാണ് BJP അധികാരത്തിൽ വന്നത്. ഇത്തവണയും BJP മുന്നോട്ട് വെക്കുന്ന 2 പ്രധാന വിഷയങ്ങൾ, ഒന്ന് ഈ 5 വർഷത്തെ ഭരണത്തിൽ രാജ്യത്തിനുണ്ടായ സർവസ്പർശിയായ വികസനം,
ഒപ്പം രാഷ്ട്ര സുരക്ഷ, രാജ്യസുരക്ഷ, ഈ രണ്ട് കോർ ഇഷ്യൂ ആണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മുഖ്യ വിഷയമെന്ന് പല തവണ അഖിലേന്ത്യാ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശബരിമല കേരളത്തിലേക്ക് വരുമ്പോൾ ഈ രണ്ട് മുഖ്യ വിഷയങ്ങൾക്കൊപ്പം ശബരിമലയും ഒരു വിഷയമാകുന്ന അമിത്ഷാ പറഞ്ഞാൽ എന്താ തെറ്റ്? ശബരിമലയും വിഷയമാണല്ലോ. അതായത് പ്രാദേശിക തലത്തിൽ പ്രധാന വിഷയങ്ങൾക്കൊപ്പം പല പല വിഷയങ്ങളും വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, BJP കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തിന് ശബരിമല മിണ്ടാതെ പോകാൻ പറ്റില്ല. ശബരിമല വിഷയമായിട്ട് ഒരു ചർച്ച ചെയ്യും. ശബരിമല അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJP രാഷ്ട്രീയത്തിൽ ഒരു വിഷയമാണ്. കേരളത്തിന് മുകളിൽ ശബരിമല ഒരു വിഷയമേ അല്ല. ചില ആശങ്കകൾ ഞാൻ ശ്രീകുമാർ മുന്നിൽ വെക്കട്ടെ. തീർച്ചയായും നിങ്ങൾ ശബരിമലയും പറഞ്ഞോളൂ, അതിലൊന്നും തർക്കമില്ല. തൊഴിലിന്റെ കാര്യത്തിൽ താങ്കൾ മറുപടി പറഞ്ഞില്ല. അതും BJP കഴിഞ്ഞ മോദി ഗവൺമെന്റ് വന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി രാജ്യത്തിന് മുന്നിൽ ഉയർത്തി കാണിച്ചതാണ്. അതിൽ നോക്കൂ, 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് രേഖപ്പെടുത്തുന്നു. പോയ 30 വർഷത്തിനിടയിൽ ഏറ്റവും അധികം പട്ടാളക്കാർ കൊല്ലപ്പെട്ട, യുദ്ധകാലത്തല്ലാതെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 80 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വരുമാന അസന്തുലിത അവസ്ഥ രാജ്യത്ത് രേഖപ്പെടുത്തുന്നു. സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ലാത്ത ലോകരാജ്യങ്ങളിൽ പ്രധാനമായി, അതായത് കൃത്യമായി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും സിറിയയും അടക്കം ഇന്ത്യക്ക് പിന്നിലാണ് ആ വിഷയങ്ങളിൽ. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് ശ്രീകുമാർ. ഇതുകൂടി അഡ്രസ് ചെയ്യേണ്ടേ എന്നൊരു ആശങ്കയാണ് ഞാൻ താങ്കളുടെ മുന്നിൽ വെച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ തൊടുപുഴ നമ്മുടെ മുമ്പിലുണ്ട്. തൊടുപുഴ ഒരു കുട്ടി ജീവന് വേണ്ടി മല്ലടിക്കുകയാണ്. തീർച്ചയായും ശ്രീകുമാർ, ഇതൊരു സ്ഥിരം പരിപാടിയാണ്. നമ്മുടെ ചർച്ചകളിൽ മറ്റൊരാൾ ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ സ്വയം BJP എന്താണ് ഈ കാര്യത്തിന് അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നത് എന്നാണ് ചോദിച്ചത്. രാജ്യത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ട് നിങ്ങൾ അവര് സംസാരിക്കുമ്പോൾ വാചാലമായിട്ട് പറയാൻ ഫാസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് തുടർച്ചയായിട്ട് പറയാൻ സമയം കൊടുത്ത് ഞാൻ പറയുന്നത് ഒരിക്കലുമില്ല. ഞാൻ താങ്കളിൽ നിന്ന് അവസരം തട്ടിക്കളയുകയല്ലോ. ഞാൻ എന്റെ ആശങ്കകൾ കൂടി ചേർത്ത് വെച്ച് താങ്കളോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതേ ഉള്ളൂ. ഞാൻ താങ്കളെ ഇടപെടൽ കാണുമ്പോൾ ഞാൻ പറയുമ്പോൾ മാത്രം താങ്കൾക്ക് ഒരു അസഹിഷ്ണുത. എന്റെ ചില ആശങ്കകളാണ് ഞാൻ താങ്കളോട് വെച്ചത്. അത് ചോദിക്കാനാണല്ലോ ഈ ചർച്ച കൂടി ഉള്ളത് ശ്രീകുമാർ. എന്റെ ആശങ്കയാ പറഞ്ഞ കേരളം പോലെ BJPയെ തൊട്ടുകൂടാത്ത, BJP ഭരണത്തിൽ വരാത്ത ഒരു സംസ്ഥാനത്ത് പോലും കുട്ടികൾക്കെതിരെ വളരെ പീഡനം നടക്കുന്നു. അതിന്റെ ഉത്തരം പറയേണ്ടത് BJP ആണോ? കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ സജീവ വിഷയം തൊടുപുഴയിൽ ഒരു കൊച്ചു കുട്ടിയെ ജീവന് വേണ്ടി മല്ലിടിക്കുകയാണ്. ഇത് മാത്രമല്ല, എത്രയെത്ര കുട്ടികൾ, എത്രയെത്ര സ്ത്രീകൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോഴാണ് ഇന്ത്യയിലെ മൊത്തം കണക്കെടുക്കുന്നത്. അല്ലാതെ അത് നരേന്ദ്രമോദി സർക്കാരിന്റെയോ BJPയുടെയോ നയത്തിന്റെ ഭാഗമല്ല. അത് ഇന്ത്യയിലെ സംഖ്യ. ഇപ്പൊ പിന്നെ വേറൊരു കാര്യം, ഈ തൊഴിലിന്റെ കണക്ക് ആര് പറഞ്ഞ, ആരെടുത്ത കണക്കാണ്? ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഒരു കണക്ക് വിട്ടിട്ടില്ല അന്ന് ഗവൺമെന്റ് ഏജൻസികൾ പറയുന്നു. ഏതോ ഒരു സ്വകാര്യ ഏജൻസിയോ ആരോ എടുത്ത് ഒരു കണക്ക് വെച്ച് ഇന്ത്യയിൽ തൊഴിൽ കുറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളെ പോലുള്ള ചാനലുകൾ ഇങ്ങനെ പറയുന്നത് വല്ല കാര്യമുണ്ടോ? പിന്നെ തൊഴിൽ ഇനി അഥവാ കണക്കെടുത്താലും ഗവൺമെന്റ് സെക്ടറിൽ കിട്ടുന്ന തൊഴിലിന്റെ കണക്കാണ് ഈ വരുന്നത്. നമുക്കറിയാം ഗവൺമെന്റ് സെക്ടറിലല്ല. ഈ നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണത്തിന്റെ ഭാഗമായിട്ട് ജൻധൻ യോജനയും അതുപോലെ ലോൺ കൊടുത്തുമൊക്കെ ധാരാളം ആൾക്കാർ, തൊഴിലാളികളാകുന്ന ആൾക്കാരൊക്കെ മുതലാളിമാരായി, അവര് ഇൻവെസ്റ്റേഴ്സായി, അവര് തൊഴിൽ ദായകരായി. അപ്പൊ അതാണ് തൊഴിലുണ്ടാകുന്നത് പറഞ്ഞു. അല്ലാതെ എല്ലാവർക്കും പിടിച്ച് സർക്കാർ ജോലി കൊടുക്കുക എന്നല്ല. നമുക്കറിയാം സംസ്ഥാന സർക്കാർ ഒരു കണക്ക് കൊടുത്തു. 1.25 നിങ്ങളുടെ പ്രകടനപത്രികയിലൊക്കെ പറയും ഇനിയും 1.25 ലക്ഷം പേർക്കും കണ്ട് തൊഴിൽ കൊടുത്തെന്ന്. അതെല്ലാം PSC മുഖേന കൊടുത്ത തൊഴിലിന്റെ കണക്കല്ല പറയുന്നത്. മറ്റ് സെലക്റ്റിൽ പ്രൈവറ്റ് മേഖലയിൽ, സഹകരണ മേഖലയിലൊക്കെ കൊടുത്ത കണക്കാണ്. അതൊക്കെ ഈ നിങ്ങൾ ഈ പറയുന്ന കണക്കിൽ നിങ്ങൾ ഏതോ ഒരു കണക്ക് കോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഗവൺമെന്റ് അംഗീകരിക്കാത്ത കണക്ക്. ആ കണക്കിന്റെ അകത്ത് ഈ സർക്കാർ കണക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ സ്വയം തൊഴിലോ ഒന്നും അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ കണക്കിൽ കുറവുണ്ടായെന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മളിപ്പം വികസനമാണ് BJP മുന്നോട്ട് വെക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഓരോരോ ചെറിയ സില്ലി ഇഷ്യൂസ് കൊണ്ടുവരികയല്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരം ഓൾറെഡി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിച്ചു. എനിക്ക് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നതിനോട് എതിർപ്പില്ല. ഞാനൊരു മലയാളി എന്നതിൽ, കേരളീയ എന്നതിൽ സ്വാഗതം ചെയ്യുകയാണ്. കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഒരു വലിയ നേതാവ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് വരുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അല്ല തീർച്ചയായും വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. സജീഷ്, ഇതാണ് BJPയുടെ നിലപാട്. ഇതിൽ ഏതൊക്കെയാണ് വളരെ കൃത്യമായി പറയുന്നത് എന്ന് ആശങ്ക ജനിപ്പിക്കുന്ന നിലയിൽ കൂടിയാണ് ശ്രീകുമാർ ഇടപെടുന്നത്. ഇതൊക്കെ ആര് തരുന്ന കണക്കിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇടതുപക്ഷ നിലപാടിന്റെ അർത്ഥത്തിലേ അല്ല, വളരെ ആധികാരികമായി രാജ്യത്തിലെ ദേശീയ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ
അതുമായി അനുബന്ധമായ ഘടകങ്ങൾ പരിശോധിക്കുമ്പോഴുള്ള വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സജീഷ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനെല്ലാം അദ്ദേഹം തള്ളിക്കളയുന്നു. വികസനം അത് തന്നെയാണ് കൃത്യമായി രാജ്യത്തിന് മുന്നിൽ വയ്ക്കുന്നത് എന്ന് ശ്രീകുമാർ ആവർത്തിക്കുകയാണ് സജീഷ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിന്റെ അകത്ത് കണക്ക് ആരുടെ കണക്കെന്ന് പറയൂ. ദേശീയ മാധ്യമങ്ങളല്ലോ കണക്കാണ് നിങ്ങൾ സജീഷ് പറയൂ. സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ അത് തന്നെ എന്നെ തന്നെ സംശയം. NSSOയുടെ കണക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെടുന്നതല്ലേ? പിന്നെ സജീഷ് പറയട്ടെ. ലാല് പറഞ്ഞതൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. ലാൽകുമാറിലേക്ക് സജീഷ് പറയൂ. അല്ല പറയൂ ആനന്ദ്. ഇവിടെ ശ്രീകുമാർ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ രാജ്യം വികസിച്ചു എന്ന് ഇവർ ഏത് അളവുകോൽ വെച്ചാണ് അളക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അവർ മുമ്പും ഇങ്ങനെയൊക്കെ വാദഗതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അവർ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞത്. ആ തിളങ്ങുന്ന ഇന്ത്യയിലായിരുന്നു ഉത്തർപ്രദേശിൽ 100 സ്ഥാരി വെറുതെ കൊടുത്തപ്പോൾ 100 ചില്ലാനം പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് എന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഇവിടെ കണക്കുകൾ എവിടെ നിന്നും ചോദിച്ചാൽ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 2004 119 രാജ്യങ്ങളുടെ പട്ടികയിൽ പട്ടിണിയുടെ കാര്യത്തിൽ 55-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഇന്ന് 119 രാജ്യങ്ങളിൽ 105-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. ഇനി ഏതാനും ചില രാജ്യങ്ങൾ മാത്രമാണ് പട്ടിണിയിൽ ഇന്ത്യയേക്കാൾ പട്ടിണിയുള്ള രാജ്യങ്ങളായി വിരലെണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ കഴിഞ്ഞ 5 വർഷമായി 50-ലേറെ രാജ്യങ്ങളാണ് ഇന്ത്യയെ കടന്ന് പട്ടിണിയെ അതിജീവിച്ച് മുന്നോട്ട് പോയത് എന്നതൊരു യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ സൈന്യത്തിന്റെയും ആക്രമണത്തിന്റെയും തീവ്രവാദത്തിന്റെയും എല്ലാം കണക്ക് പറഞ്ഞു. കണക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെതാണ്. അവർ പുറത്തുവിട്ട കണക്ക് പ്രകാരമാണ് 93% തീവ്രവാദി സൈനികർ കൊല്ലപ്പെടുന്നത് 93% വർദ്ധിച്ചു. തീവ്രവാദി ആക്രമണങ്ങൾ 127% വർദ്ധിച്ചു. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്. പിന്നെ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിടുന്നു എന്ന് പറയുന്നത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. ആ കണക്ക് അവതരിപ്പിച്ച ഉദ്യോഗസ്ഥൻ തന്നെ നിങ്ങൾ ആ കണക്ക് പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകാത്തതിന്റെ ഭാഗമായി രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല, നിങ്ങൾ വളർച്ചാ നിരക്ക് പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ വ്യവസായ വളർച്ചാ നിരക്ക് 1%, രാജ്യത്തെ തൊഴിൽ വളർച്ചാ നിരക്ക് 0.5%. പക്ഷെ വളർന്നു എന്ന് പറയുന്നത് ശരിയാണ്. അദാനിയുടെ വളർച്ചാ നിരക്ക് 115%. തൊഴിൽ വളർച്ചാ നിരക്ക് 0.5%, അദാനിയുടെ വളർച്ച 115%. അപ്പോ ഈ അസമത്വത്തെ കുറിച്ച് നിങ്ങൾ വല്ലാതൊന്നും പറയണ്ട. ഈ രാജ്യത്തെ ജനങ്ങൾ, തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 14 തൊഴിൽ നിയമങ്ങളും നിങ്ങൾ മുതലാളിമാർക്ക് വേണ്ടി മാറ്റി എഴുതി. അത് സ്ഥിരം തൊഴിലവകാശം പോലും നിഷേധിച്ചു. അതുകൊണ്ടാണ് BMS-കാർക്ക് കാവി കൊടിപിടിച്ച് മോദിക്കെതിരായി മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിൽ നിങ്ങൾ പട്ടിണി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ആത്മഹത്യ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ കണ്ട കാഴ്ച എന്തായിരുന്നു? 1 മണിക്കൂറിൽ ഒരു കർഷകരാണ് കോൺഗ്രസിന്റെ കാലത്ത് മരിച്ചതെങ്കിൽ അരമണിക്കൂറിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാടായി ഇന്ത്യ മാറി. അതായുണ്ടായ മാറ്റം. അതുകൊണ്ടാണ് കർഷക പ്രക്ഷോഭം ഉണ്ടായത്. വിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും പുറത്താക്കി. അതിന്റെ പ്രക്ഷോഭമാണ് സർവകലാശാലകളിൽ ഉയർന്നു വന്നത്. അതുപോലെ തന്നെയാണ് യുവജനങ്ങൾ തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. നേരത്തെ ഇവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ ഒന്നാമതായി ഐക്യരാഷ്ട്രസഭ ഇന്ത്യയെ വിലയിരുത്തി. ഇതെല്ലാം ഉണ്ടായ സംഭവങ്ങളാണ്, വ്യക്തമായ കണക്കുകളാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെയാണ് കോൺഗ്രസ് കാണേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. അത് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് ആനന്ദ്. അതായത് ഈ പ്രശ്നങ്ങളാണ് രാജ്യത്ത് BJPയെ തോൽപ്പിക്കുന്നത്. ഈ പ്രശ്നങ്ങളാണ് ഗോരഖ്പൂർ ഉൾപ്പെടെ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലം ഉൾപ്പെടെ 14 മണ്ഡലങ്ങളിൽ തോറ്റ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 282 സീറ്റുമായി കേവല ഭൂരിപക്ഷത്തോടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന BJPക്ക് ഇന്നൊരു ഘടകകക്ഷിയുടെ പിന്തുണയില്ലാതെ പാർലമെന്റിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ജനവിരുദ്ധമായ നയമാണ്. ഈ നയങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് കോൺഗ്രസ് തുടർന്ന നയമാണ്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് BJPയുടെ ഈ വർഗീയതയെ തോൽപ്പിക്കേണ്ടതുണ്ട്. BJPയുടെ നയങ്ങളെയും തോൽപ്പിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കേണ്ടതുണ്ട്. മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതുണ്ട്. അതിലെ ഒന്നാമത്തെ കടമ BJPയെ പുറത്താക്കുക എന്നതാണ്. ആ കടമ ഞങ്ങൾ നിർവഹിക്കുന്നു. അത് ഇടതുപക്ഷത്തിന്റെ കരുത്തനുസരിച്ച് നിർവഹിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ നയങ്ങളും തിരുത്തിയാൽ മാത്രമേ ഭാവിയിൽ ഈ അപകടത്തെ രാജ്യത്തെ കൊണ്ടുവന്നത് കോൺഗ്രസ് ഈ നയം BJP തുടരുന്ന ഈ നയം ശക്തമായി തുടർന്നപ്പോഴാണ്. ആ നയത്തെ കൂടി തിരുത്തേണ്ടതുണ്ട്. അപ്പോഴാണ് അനിൽ ബോസിന്റെ ചോദ്യം, 20 പേർ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാണ്? കേരളത്തിലെ മുഴുവൻ ആളുകളും ജയിച്ചാൽ. ശ്രീ അനിൽ ബോസ് 2004 അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുഴുവൻ ആളുകളും തോറ്റു.
തോറ്റു എന്ന് മാത്രമല്ല, ഒരാൾ പോലും UDF നിന്ന് ഏക വ്യക്തി മലപ്പുറത്ത് മാത്രം ഒരു പ്രതിനിധി ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു പാർലമെന്റിൽ എത്തിയപ്പോഴുള്ള അവസ്ഥ? നിങ്ങളിപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിക്കുന്നു. രാഹുലാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ പറയുന്നു. 2004 നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നോ? നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ? ആരും കരുതിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ഉയർന്നു വന്നു. അന്ന് കോൺഗ്രസിന് ഈ പറഞ്ഞ നിങ്ങൾ ആകെ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് യാതൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷം ശക്തമായി പറഞ്ഞു ഞങ്ങളുടെ പിന്തുണയുണ്ട്. പുറത്തു നിന്നൊരു പൊതുവിനം പരിപാടി, ഈ നയങ്ങൾ കൂടി തിരുത്തുന്ന ഒരു പൊതുവിനം പരിപാടിയിലൂടെ BJPയുടെ വർഗീയതയെ ചെറുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അനിൽ ബോസ്, ഇവിടെ SK സജീഷും ശ്രീകുമാറും സൂചിപ്പിച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പല യാഥാർത്ഥ്യങ്ങളെയും പല കണക്കുകളെയും അങ്ങനെ അല്ല എന്ന് ശ്രീകുമാർ വാദിക്കുന്നു. അതല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും നിരീക്ഷിച്ച് എടുക്കുന്നതും നിങ്ങളുടെ ക്യാമ്പയിനുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ കൂടിയാണ് ശ്രീകുമാറിനോട് ചോദിച്ചത്. ഇതൊക്കെ പച്ച കള്ളങ്ങളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, സജീഷ് ഇവിടെ സൂചിപ്പിച്ചു വച്ചതുപോലെ ഒരു ഒന്നാം UPA മോഡലിലേക്ക് മാത്രമേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പോലെ മോദിയെ തറയിലിറക്കുകയാണെങ്കിലും ഒരു ഭരണ സംവിധാനത്തിന് പോകാൻ കഴിയൂ. അവിടെ പ്രാദേശിക പാർട്ടികളെ കണക്കിലെടുക്കണം. ഇടതുപക്ഷം ഒരു ഘടകമായി വരും. ഒപ്പം കോൺഗ്രസ് അതിനകത്ത് ലീഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരണം. അങ്ങനെ ഒരു സാധ്യതയെ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. ഈ കാര്യങ്ങളിലൊക്കെ ഒരു തികഞ്ഞ വ്യക്തത ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? ഈ BJPക്കെതിരായ പൊളിറ്റിക്കൽ ക്യാമ്പയിന് കൃത്യമായ ദിശയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത്? അനിൽ ബോസ്, ആനന്ദേ, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസും BJPയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാര മത്സരം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് മുഖ്യധാര മത്സരം നടക്കുന്നത്. അതിന് ഈ എത്രയൊക്കെ നിങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ ചുമ്മാ കുറേ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി ഒന്നാം UPA ഗവൺമെന്റിനെ പിന്തുണച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുമാത്രമല്ല, BJPയുടെ ഗവൺമെന്റിനെ അവർ പിന്തുണച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ നിലപാടുകളെ സംബന്ധിച്ചും നിലപാടുകളിലെ സുതാര്യതയും സുസ്ഥിരതയും സംബന്ധിച്ചൊന്നും സജീഷ് പറയുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനൊരു തീരുമാനം ഔദ്യോഗികമായി എടുത്ത് പ്രഖ്യാപിച്ചതായി നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് അധികാരം കിട്ടുന്ന, ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഗവൺമെന്റ് ആണെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പേരാണ്. അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പറയും, പ്രവർത്തകർ അത് ആഗ്രഹിക്കും, അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻ ഞങ്ങൾ നടത്തും. പക്ഷേ നിലവിൽ ഔദ്യോഗികമായി അതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ ചർച്ചയിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി കസേരയേക്കാൾ വലുത് BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂട ഭീകരത അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകളുള്ള, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ഓരോ സംസ്ഥാനത്തും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടി BJPക്ക് എതിരാണെങ്കിൽ രാഹുൽ ഗാന്ധി എതിർക്കേണ്ട കാര്യം എന്താ? അതാണ് എൻ്റെ ചോദ്യം. CPMന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടോ CPMന്റെ നേതൃത്വത്തിലോ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥാന്തരീക്ഷവും ഇല്ല. ത്രിപുരയിലുണ്ടോ? CPMന് ആധിപത്യം ഉണ്ടായിരുന്ന ത്രിപുരയിലെ CPMന്റെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ബംഗാളിലെ സ്ഥിതി എന്താണ്? ഒരു തുരുത്തായി അവശേഷിക്കുന്ന കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഫലവും CPMന് അനുകൂലമല്ല. ഇതുവരെ നടന്നിട്ടുള്ള ഒരു സർവേയും CPMന് അനുകൂലമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും വ്യക്തമായ ഒരു കണക്കിരിക്കെ ഒരു ദേശീയ അംഗീകാരം പോലും നഷ്ടപ്പെടുന്ന നിലയിൽ CPMും CPIയും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഭയാശങ്കകളോട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPM ആദർശപരമായി വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നുവെങ്കിൽ, BJPയുടെ ഭരണകൂട ഭീകരതയെ എതിർക്കുന്നുവെങ്കിൽ, അവരുടെ ഫാസിസ്റ്റ് നടപടികളെ എതിർക്കുന്നുവെങ്കിൽ അവർ കോൺഗ്രസിനൊപ്പം നിൽക്കണ്ടേ? അവർ കോൺഗ്രസിനെ ആക്രമിക്കാനല്ലേ ഇപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതി റാഫേൽ ഇടപാടാണ്. അതിനെതിരെ CPM എന്ത് ക്യാമ്പയിനാണ് കേരളത്തിൽ നടത്തിയത്? BJPക്കെതിരെ എന്ത് പ്രസംഗങ്ങളാണ് ഇവർ നടത്തിയത്? നരേന്ദ്രമോദിക്കെതിരെ എന്ത് സമരമാണ് ഇവർ സംഘടിപ്പിച്ചത്? ഇവരതൊന്നും സംഘടിപ്പിക്കുന്നില്ല. ഇതൊക്കെ വളരെ സംശയം ജനിപ്പിക്കുന്ന സമീപനമാണ് CPMൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, കൃത്യമായി രേഖകളുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJPയുടെ ദേശീയ നേതൃത്വവും
അതുമായി ബന്ധപ്പെട്ട സംഘപരിവാർ ശക്തികളും കേരളത്തിലെ BJP, RSS സംഘപരിവാർ സംഘടനകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ഒന്നാം കക്ഷിയാകുക എന്ന് പറയുന്ന സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി വന്നാൽ CPM-ന് വോട്ട് ചെയ്യണം എന്ന നിർദ്ദേശമാണ്. അത് ഉൾക്കൊണ്ട പാർട്ടി പ്രവർത്തകരുണ്ട്, ഉൾക്കൊള്ളാത്ത BJP-ക്കാരും കാണും. കാരണം ഇവിടെ അടിമേടിക്കുന്നതും തൊഴിമേടിക്കുന്നതും കൊലക്കത്തിക്കിരയാകുന്നതും ഇവിടുത്തെ BJP, RSS പ്രവർത്തകർ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകളിൽ ഉണ്ടാകുന്നത് കൊണ്ട് അത്തരം ആളുകൾ CPM-ന് വോട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പരിധി വരെ ദേശീയ നേതൃത്വത്തിന്റെ അജണ്ട കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് CPM-നെ അവർ രണ്ടാമത്തെ ശത്രുവായിട്ടേ കാണുന്നുള്ളൂ. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒന്നാമത്തെ ശത്രു കോൺഗ്രസിന് BJP ആണ്, രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയാണ്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അഴിമതികൾ ഇവിടെ ശ്രീകുമാർ സൂചിപ്പിച്ചു. അതിനു മുമ്പ് നടന്നിട്ടുള്ള അഴിമതികൾ, ആ അഴിമതി ആരോപണങ്ങൾ മുഴുവൻ നുണക്കഥകളായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട 5 വർഷമാണ് മോഡിയുടെ ഭരണകാലഘട്ടം. ഉന്നയിച്ച ഒരാരോപണവും ശരിയാണ് എന്ന് തെളിയിക്കാൻ BJP-യുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. അതുകൊണ്ട് 2014 BJP ഉയർത്തിയ കള്ളപ്രചരണങ്ങളിൽ മനം മയങ്ങി കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്തവർ പോലും അവരുടെ തെറ്റ് തിരുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2019 നടക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം ശരി അനിൽ ബോസ്, ഞാൻ സജീഷിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. സജീഷ്, ഞാൻ അനിൽ ബോസിന്റെ കൂടി ശ്രദ്ധയിലേക്ക് ഒരു കണക്ക് വായിക്കാം. ഇതൊരു കൃത്യമായ കണക്കാണ്. 1980 കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം 415, 89 197, 91 244, 98 197, 2004 145, 2009 206, 2014 44. ഇങ്ങനെ ഒരു തരത്തിലുമുള്ള ഗ്രാഫിക്കലി മുന്നേറാത്ത ഒരു കണക്ക് വെച്ചിട്ട് ഇടതുപക്ഷം വീക്കാണ്, ചില സ്ഥലങ്ങളിൽ തുരുത്തുകൾ മാത്രമായി നിൽക്കുന്നു എന്ന പരാമർശം മുന്നോട്ട് വയ്ക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭദ്രതയെക്കുറിച്ച് എങ്ങനെ ഇത്ര ആധികാരികമായി പറയാൻ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സജീഷ്, അല്ല, ഒരു കാര്യം ശ്രീ അനിൽ ബോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനത് കേൾക്കുകയുമായിരുന്നു. അതിനിടയിൽ ഇടപെടേണ്ട എന്ന് കരുതിക്കൊണ്ടാണ്, ചർച്ചയായതുകൊണ്ട്. ഒരു കാര്യം അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ BJP-യെ നേരിടാൻ വേണ്ടി പോകുന്നതെന്നാണ്. കോൺഗ്രസ് ആണോ ആകെ നേരിടാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ സംസ്ഥാനങ്ങളുടെ കണക്ക് വെച്ച് പറയൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള ഉത്തർപ്രദേശാണ്, 80 ലോക്സഭാ സീറ്റ് ഉണ്ട്. നിങ്ങൾ അവിടെ നിലവിലുള്ള 2-ൽ നിന്ന് 3-ലേക്ക് മാറാൻ കഴിയുമോ നിങ്ങൾക്ക്? അവിടെ BJP ജയിക്കുമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. BJP തോൽക്കുമെന്നുള്ള സൂചനയാണല്ലോ ഗോരഖ്പൂരിൽ ഉൾപ്പെടെ തോറ്റത്, യോഗി ആദിത്യനാഥിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ തോറ്റത്. ആ തോൽവി അവിടെ ഉണ്ടാക്കുന്നത് ആരാണ്? മായാവതിയും മുലായം സിംഗും ചേർന്ന കൂട്ടുകെട്ടാണ്. അതുപോലെയുള്ള പ്രാദേശിക കൂട്ടുകെട്ടുകളാണ് ഓരോ സംസ്ഥാനത്തെയും നിർണ്ണയിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള കടമയുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾ നിർവഹിക്കൂ. നേരിട്ട് കോൺഗ്രസും BJP ഏറ്റുമുട്ടുന്ന ഇന്ത്യയിലെ ഏതാണ്ട് 12 പ്രധാന സംസ്ഥാനങ്ങൾ, കേരളം മുതൽ ഈ ഉത്തർപ്രദേശ് വരെ എടുത്താൽ 20-20-ലധികമോ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ അതിൽ മധ്യപ്രദേശും ഗുജറാത്തും രാജസ്ഥാനും നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അവിടെയെങ്കിലും നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി തയ്യാറാകണം. മറ്റെല്ലായിടത്തും പ്രാദേശിക പാർട്ടികളും ഘടക പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ചേർന്നുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ BJP-യെ തോൽപ്പിക്കും. അത് നല്ല വൃത്തിയായി ചെയ്യും. അതിനിടയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ കപ്പലിന് വലിയ ചോർച്ചയുണ്ട്, നിങ്ങളിലുള്ള ഒഴുക്ക് നിർത്തണം. ഒരു വർത്തമാനത്തിനിടയിൽ ത്രിപുരയെ കുറിച്ച് പറയുകയാണ്. ത്രിപുരയിൽ ഞങ്ങളുടെ വോട്ടിംഗ് അല്ല കുറഞ്ഞത്, ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റം ഉണ്ടാവുകയല്ല ചെയ്തത്. 35% വോട്ട് നേടിയ കോൺഗ്രസിന്റെ വോട്ട് 1.5% 1.5% BJP-യുടെ വോട്ട് 35%-ന് മുകളിൽ അതിന്റെ മുകളിൽ വരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ ത്രിപുരയിൽ സംഭവിച്ചത് കോൺഗ്രസ് BJP-ആയി മാറുകയാണ്. ഇങ്ങനെയാണ് ഓരോയിടവും. പിന്നെ പശ്ചിമ ബംഗാളിന്റെ കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ട അനിൽ ബോസ്, ഞങ്ങൾ കുറെ കാലമായി ഭരിച്ചു, നഷ്ടപ്പെട്ടു. അതിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലായിരുന്നു പശ്ചിമ ബംഗാൾ. നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന നിങ്ങൾ എവിടെയാണ് എന്ന് മറുപടി പറയണ്ടേ? കോൺഗ്രസിന്റെ കയ്യിൽ നിന്നാണ് CPM പശ്ചിമ ബംഗാൾ ഭരണം ഏറ്റെടുത്തത്. അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ശരി, ഞങ്ങൾ തിരിച്ചു പിടിക്കുകയോ ഫൈറ്റ് ചെയ്യുകയോ ചെയ്യാം. അതിനു മുമ്പേയുള്ള നിങ്ങൾ അവിടെ നിഴൽ പോലും കാണാനില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയല്ലോ, അതിന് നിങ്ങൾ മറുപടി പറയണം. അപ്പോ ഇവിടെ പ്രശ്നം എന്താണ്? നിങ്ങൾ എടുക്കേണ്ട പണി നിങ്ങൾ എടുക്കുക, നിങ്ങളിലുള്ള കൊഴിഞ്ഞു പോക്ക് തടയുക. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ മോദിക്ക് വേണ്ടി കൈവക്കുന്ന 103 പേർ, 268-ൽ 103 പേർ
പഴയ കോൺഗ്രസിന്റെ 1ഉം 2ഉം UPA ഗവൺമെന്റ് കാലത്തെ MP-മാരും മന്ത്രിമാരുമായിരുന്നവരാണ്, AICC അംഗങ്ങളായിരുന്നവരാണ്. 6 മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിലേക്ക് പോയത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയും MLA-മാരെയും കൂട്ടി 44 പേരിൽ 43 പേരും ഒരുമിച്ച് പോയൊരു മന്ത്രിസഭ തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടായി. മണിപ്പൂരിൽ മുഖ്യമന്ത്രിയും 8 MLA-മാരുമായും ആണ് പോയത്. നിങ്ങൾ ജയിക്കുന്നിടത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. ജയിച്ച് മന്ത്രിസഭയുണ്ടാക്കാൻ നിങ്ങൾ എവിടെയാണ് വോട്ട് ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഗോവയിൽ കോൺഗ്രസ് ജയിച്ചു. മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് MLA-മാർ BJP മന്ത്രിസഭ രൂപീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കാക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസ്യത, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ചു നിർത്തുക, പോരാടാൻ കഴിയുന്നിടത്ത് പോരാടുക. ആ പോരാട്ടമാണ് നിങ്ങൾ നടത്തേണ്ടത്. കേരളത്തിൽ ഒരു ഉറപ്പ് അനിൽ ബോസിന് കൃത്യമായി ഞങ്ങൾ നൽകാം. ഞങ്ങൾ കേരളത്തിൽ 20 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. 2004 പോലെ ഉജ്ജ്വലമായ നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിലുള്ള മുഴുവൻ ആളുകളെയും തോൽപ്പിക്കുന്ന BJPയെ തോൽപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. അവിടെ പോയി ഒരാളും കാലുമാറില്ല, കൂറുമാറില്ല, സംഘപരിവാരത്തിനെതിരായി വോട്ട് ചെയ്യും. പിന്നെ ശത്രു നിങ്ങളാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസ് ആണോ ശത്രു സംഘപരിവാരത്തിന്റെ? എവിടുന്നാണ് അനിൽ ബോസ് മനസ്സിലാക്കിയത്? വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട്, 1ാമത്തെ ശത്രു മുസ്ലിങ്ങളും, 2ാമത്തെ ശത്രു ക്രിസ്ത്യാനികളും, 3ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരും. പക്ഷേ 1ഉം 2ഉം ശത്രുക്കളെ തീർക്കണമെങ്കിൽ 3ാമത്തെ ശത്രുവിനെ ആദ്യം ഇല്ലാതാക്കണം. ഇവർക്കിടയിൽ ഒരു മതിലായി പ്രവർത്തിക്കുമെന്ന് വിചാരധാരയിലുണ്ട്. ഇതാണ് സംഘപരിവാരത്തിന്റെ കൃത്യമായ ലക്ഷ്യം. ഞങ്ങളെ ശത്രുവായി താത്വിക ഗന്ധത്തിൽ പ്രഖ്യാപിച്ചു വെച്ചവരാണവർ. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തും, ഞങ്ങളെ കീഴടക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെ എപ്പോഴും അവരുടെ കൂട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ശക്തികളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതാണല്ലോ പ്രശ്നം. പിന്നെ സമരം ചെയ്തോ എന്നാണ് ചോദ്യം. സമരം നിങ്ങൾ ചെയ്ത സമരം ഏത്? ഇന്ത്യയിൽ BJP ഡിഫൻസിലായ സമരം ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സമരമാണ്. ആ തൊഴിലാളികൾ കർഷകർ ഉയർത്തിപ്പിടിച്ച കൊടി ചെങ്കൊടിയാണ്. ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച കർഷകരുടെ പോരാട്ടം, കർഷക സംഘത്തിന്റെ പോരാട്ടമാണ് ഇവർക്കെതിരായിട്ടുള്ള പ്രതിഷേധമായി രാജ്യത്ത് വളർന്നു വന്നത്. ഇന്ത്യൻ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ, പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയ സമരമാണ് സർവകലാശാലകളിൽ ഇവരെ പരാജയപ്പെടുത്തിയത്. എവിടെയെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു വലതുപക്ഷ പ്രസ്ഥാനത്തെ ഒരു സമരകേന്ദ്രത്തിൽ കണ്ടിട്ടുണ്ടോ? അനിൽ ബോസ് കേരളത്തിൽ സമരം നടത്തിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ തന്നെ ഈ റാഫേലുമായി ബന്ധപ്പെട്ട എത്ര ക്യാമ്പയിനുകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. തീരുമാനിച്ച ക്യാമ്പയിനിൽ എവിടെയെല്ലാം ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം അനിൽ ബോസ് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് കേരളത്തിന്റെ ചുമതല ഇല്ല എന്നാണ് നേരത്തെ പറഞ്ഞപ്പോൾ തോന്നി. അതുകൊണ്ട് താങ്കളുടെ ശ്രദ്ധയിൽ പെടാതെ പോയതായിരിക്കും. താങ്കൾ അറിയേണ്ട വ്യക്തമാണ്. തീർച്ചയായും ഞാൻ അനിൽ ബോസിലേക്ക് ആ ചോദ്യങ്ങളിലേക്കും എത്താം, ലാൽകുമാറിലേക്കും ശ്രീകുമാറിലേക്കും എത്താം. ഒരു ലാൽകുമാർ, നോക്കൂ, നമ്മൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രധാനമായി ഉന്നയിച്ച കാര്യം എത്ര പ്രസക്തമാണെന്ന് നോക്കൂ. യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങൾ, ഞാൻ നേരത്തെ BJP ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് വെല്ലുവിളികളായി നേരിടുന്നത്, ചില പ്രശ്നങ്ങൾ രൂക്ഷമായി മുന്നിൽ നിൽക്കുകയല്ല എന്ന് ചോദിക്കുമ്പോൾ അതിനെ പാടെ തള്ളിക്കളയുകയാണ് ശ്രീകുമാർ ചെയ്യുന്നത്. ഈ കണക്കുകളുടെ ആധികാരികത അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലാൽകുമാർ, ഇതൊക്കെ സാധാരണക്കാരന്റെ ഇടയിലേക്ക് അതിശക്തമായ ക്യാമ്പയിനും പരിശോധനയുമായി വരേണ്ടതല്ലേ? എങ്കിലല്ലേ അവർക്ക് ഇതിൽ കൃത്യമായ ഒരു നിലപാട് ഇതിനോടകം എടുക്കാൻ കഴിയൂ? ലാൽകുമാർ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു സ്ലോഗൻ, അത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചൗക്കിദാർ ചോർ ഹേ തന്നെയാണ്. അത് മനുഷ്യന്റെ മനസ്സ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആന്റി ചൗക്കിദാർ ഈ ചോർ ഹേ എന്നുള്ള ക്യാമ്പയിനകത്ത് മെഹബൂബ് ചൗധരിക്കാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അതൊന്നും നടപടിയുള്ള കാര്യമല്ല, വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്താണ് ഇവരിപ്പം പൊതുവെ BJP-ക്കാർ മൊത്തത്തിൽ പറയുന്നത് ഇവിടെ ശബരിമല വിഷയമാവും. നിങ്ങൾ ശബരിമല വിഷയമാക്കുന്നേ. സാധാരണക്കാരൻ വോട്ട് ചെയ്യുമ്പം ഈ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിൽ കുറിക്കേണ്ട കാര്യമാണ്. ശബരിമലയാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫാക്ടർ, അതോ ഓയിൽ വിലയാണോ, പെട്രോളിന്റെ വിലയാണോ? നിങ്ങളുടെ ക്യാമ്പയിന്റെ മുഖ്യധാരയിൽ ഇപ്പൊ പ്രേരണകുമാരിയുണ്ട്, താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതെ. അപ്പം ഇവർ ഉപയോഗിക്കാൻ പോകുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യം എന്താണ്? ഒരു ദിവസത്തിൽ ശബരിമലയിൽ എന്ന് പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഒറ്റ ദിവസം ബാധിക്കുന്ന കാര്യമാണ്. നിരന്തരം എല്ലാ ദിവസവും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ പ്രൈസിന്റെ കാര്യം തന്നെയാണ്. ഈ നാടിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന നീരവ് മോഡി ഇപ്പൊ എവിടെ? നീരവ് മോഡി എവിടെ? ചോദിക്കേണ്ട വിഷയമാണ്. ഇത് ഓരോരുത്തരും ചോദിക്കും. ഞങ്ങൾ നല്ലൊരു ഭാരതം ഉണ്ടാക്കും എന്ന് പറഞ്ഞാണ്. ഇത് അച്ഛാ ദിൻ ആനെ വാലെ ഹേ എന്നൊക്കെ പറഞ്ഞു. ആനയും വാലും ഒന്നും വന്നില്ലെന്നുള്ളത് ഇവിടുത്തെ കോമൺ സെൻസ് ഉള്ള നാട്ടുകാർക്കറിയാം. അത് BJP-ക്കാർക്ക് മനസ്സിലാകത്തില്ല. കാര്യം BJP-ക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. കാര്യം അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണക്ക് തെറ്റാണെന്ന് പറയുക, സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അമിത്ഷാ പറയുന്നു, പിന്നല്ലേ ബാക്കിയുള്ളവർ. ഇപ്പൊ ശ്രീധരൻപിള്ള സാറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. കാര്യം അമിത്ഷായും മോഡിയും പറഞ്ഞ് ഇതാണെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യം കേട്ടോ. നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം പോലും ഇല്ല. സാധാരണക്കാരന്റെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ, മോഡി സർക്കാർ അധികാരത്തിൽ വന്ന് 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഇപ്പോൾ
എന്തിയെ പൈസ എന്തിയെ 15 ലക്ഷം രൂപ എന്തിയെ ചുമ്മാതെ തരാമെന്ന് പറയാം. എനിക്ക് 60 വർഷം കോൺഗ്രസിന് കൊടുത്തില്ല, 60 മാസം എനിക്കിതാ. 60 മാസം കൊടുത്തത് കൊണ്ട് ഈ 60 വർഷം മുന്നോട്ട് നീങ്ങിയതിന് അതിനേക്കാളും പുറകോട്ട് നമ്മളിപ്പോൾ പോയി. അത്രയും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇവർ പറഞ്ഞു ഇവിടെ ആൾക്കാരെ കൊല്ലുന്നു. ഒരു പയ്യനെ അവന്റെ അച്ഛൻ, രണ്ടാം അച്ഛൻ തല്ലി കൊന്നവരാണോ അഖ്ലാഖ് ബീഫ് കഴിച്ചതിന് കൊന്നത്? അപ്പൊ ഇവർ പറയും മധുവിന്റെ കാര്യം പറയുമെന്ന് പറയും. ശരിയാണ്, ഞാൻ എതിർക്കുന്നില്ല സാധനത്തിന്. ജുനൈദിനെ എന്തിനാണ് ഇവർ കൊന്നത്? 2000 പേരെ 2002 എത്ര പേരെ ഗുജറാത്തിൽ ഇവർ കത്തിച്ചു കൊന്നു? കേരളത്തിൽ അങ്ങനെ സംഭവം നടന്നു? നമ്മൾ പറയുന്ന എക്സെപ്ഷനുകൾ തന്നെയാണ്. അല്ല ഒരു കാര്യം എടുത്തു വെച്ചിട്ട് ഇവർ പറയുക അന്റെ മധു മരിച്ചില്ലേ? മധു മരിച്ചു, അത് തെറ്റാണ്. ആരാ ഇവിടെ വിമർശിക്കാത്തത്? ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. കാര്യം ഈ നാടിന്റെ പാരമ്പര്യത്തിനനുസരിച്ച് നടക്കാൻ പാടില്ല എന്ന് വിമർശിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? ഇതെല്ലാത്തിനും കാർപ്പറ്റ് ബോംബിങ് പോലെ അവിടെ ചെയ്ത എല്ലാ തെമ്മാടിത്തരം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ തെമ്മാടിത്തരത്തിനെ ഇവിടുത്തെ 1-2 കേസ് എടുത്ത് വെച്ചിട്ട് അങ്ങ് ന്യായീകരിക്കുക. ആ ന്യായീകരണങ്ങളൊന്നും ഈ നാട്ടിൽ പോകത്തില്ല. നാട്ടിൽ അത് BJP അല്ല, ആര് പറഞ്ഞാലും പോകത്തില്ല. ഇവരിങ്ങനെ പറയും, അവർ കള്ളത്തരം പറിച്ചുണ്ടാക്കും. ഫാസിസ്റ്റുകളുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം അത് തന്നെയാണ്. കള്ളത്തരം പറഞ്ഞാലും വിജയിക്കുക. അമിത്ഷാ മോഡിജിയൊക്കെ എന്തൊരു കള്ളത്തരം പറയുന്നത്? നമ്മൾ എന്തോരും കള്ളത്തരം പറയുന്നത്? ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുവോ? ജനത്തിന് വേണ്ടത് ഒരു സ്റ്റാൻഡേർഡുള്ള പ്രൈം മിനിസ്റ്ററാണ്. എക്സ് ഓർ വൈ. മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വേണോ? ചോദിക്കേണ്ട വിഷയമാണ്. ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് വീരം കൊട്ടിഘോഷിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് നടക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മളുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് ചെണ്ട കൊട്ടി പറഞ്ഞ് നാട്ടുകാർക്ക് പറഞ്ഞ് ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണോ? ആലോചിക്കേണ്ട വിഷയമാണ്. പാവപ്പെട്ടവന് കിട്ടേണ്ട പൈസയ്ക്ക് കിട്ടാതെ 10 ലക്ഷത്തിന്റെ സൂട്ട് ഇടുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാ പോകുന്നത്. അല്ല സാധാരണക്കാരന്റെ മുന്നിൽ വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ശബരിമലയിൽ സ്ത്രീ കയറിയോ പുരുഷൻ കയറിയോ എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചർച്ചാ വിഷയമെങ്കിൽ ഞാൻ പറയുന്നു ഈ നാട് വർഗീയവൽക്കരിക്കപ്പെടും. ഇവര് ഒറ്റൊരാൾ പാർലമെന്റിൽ പോയാൽ അതിനർത്ഥം 7 സീറ്റിലധികം ചിലപ്പം നിയമസഭയിൽ ജയിക്കാനുള്ള സാധ്യതയാണ്. ഇവിടുത്തെ ജനങ്ങൾ കേൾക്കുന്നവർ ഓരോരുത്തരും, ഞാൻ ഇതൊരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് എടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓരോരുത്തരും ബുദ്ധിപരമായി വോട്ട് ചെയ്യുക. ഇവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഇവർ ജയിച്ചാൽ ഇവര് പരിച്ചടമൊക്കെ നശിപ്പിച്ചു. ഇവർ പരിച്ചടം ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. വർഗീയവൽക്കരിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ഇവർ ജയിക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് ഈ പണ്ട് പറഞ്ഞല്ലോ ഗുജറാത്തിലുണ്ടായ ചക്ക ഇത്ര ഉണ്ട്, ഇപ്പൊ ഒന്നും കാണാനില്ലല്ലോ. ഇപ്പൊ ഗുജറാത്തിന്റെ പലതിന്റെ ഇൻഡെക്സ് എന്താണ്? ഇപ്പം ഇവിടെ നിന്നൊരാ പറഞ്ഞ എന്താ? നമ്മൾ ജോബിന്റെ കാര്യത്തിൽ ശരിയാണ്. ഫോർമൽ സെക്ടറിലെ ജോബിന്റെ എണ്ണം അല്ല നമ്മൾ പറയുന്നത്. ഇൻഫോർമൽ സെക്ടറിൽ ലക്ഷങ്ങളാണ് ജോലിക്ക് പോയിട്ടിരിക്കുന്നത്. നോയിഡയിലോട്ടൊന്ന് പോയി നോക്ക്, തിരുപ്പൂരിലോട്ടൊന്ന് പോയി നോക്ക്. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പാവങ്ങളുണ്ടല്ലോ, പാവങ്ങൾക്ക് ഒരുപാട് ജോലിയാണ് പോകുന്നത്. അതൊന്നും ഇവർ പറയില്ല. ഫോർമൽ സെക്ടറിൽ EPFOയുടെ കീഴിൽ കുറെ ഫോർമലൈസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയും ജോലി ഉണ്ടാക്കി എന്ന് പറഞ്ഞ കള്ളത്തരം പറിച്ചുണ്ടാക്കി വിടുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. ഇത് കോമൺ സെൻസ് ഉള്ളവന് ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും. EPFOയിൽ ഫോർമലൈസ് ചെയ്ത് തൊഴിലുണ്ടാക്കിയെടുക്കുക. ഇന്നലെ രഘുറാം രാജൻ പറഞ്ഞിട്ടുണ്ട് EPFOയിലെ കണക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സത്യമാണ്. കാര്യം അദ്ദേഹത്തിന് കോമൺ സെൻസ് ഉണ്ട്. ഇവർക്ക് പക്ഷേ അത് രാഷ്ട്രീയ ആയുധമാക്കാൻ എപ്പോഴും പറ്റും. അവരുണ്ടാക്കുകയും ചെയ്യും. അത് BJP-കാരൻ പറഞ്ഞെന്നോ RSS-കാരൻ പറഞ്ഞു എന്നുള്ളത് പൊതുജനം കേൾക്കേണ്ട കാര്യമില്ല. പൊതുജനം വോട്ട് ചെയ്യുന്നത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഞാൻ ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ അത് BJP വിരുദ്ധം തന്നെയായിരിക്കണം, അല്ലെങ്കിൽ ഈ നാട് ഇവർ നശിപ്പിക്കും. ശ്രീകുമാർ, ഇത് താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ലാൽകുമാർ ആരാണ്, ലാൽകുമാറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന നിലയിലേക്ക് താങ്കൾ പോകരുത്. കാരണം താങ്കൾ ഒരു സാധാരണക്കാരനായി ലാൽകുമാറിനെ കണ്ടാൽ മതി. സാധാരണക്കാരന്റെ ആശങ്കയും ചോദ്യങ്ങളുമായി തന്നെ അത് ലാൽകുമാർ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ഉത്തരം ഇതിലിപ്പോ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ വിവരക്കേടും വിവരദോഷത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ പബ്ലിക്കിനോട് പറയണ്ട, ഇങ്ങനെയുള്ള അല്പന്മാരെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ദയവ് എന്നെ വിളിക്കാതെ. അയാളുടെ വെറും വെടുവാക്കും വൃത്തികെട്ട വാക്കുകളും കേട്ടിരിക്കാൻ വേണ്ടി എന്നെ വിളിക്കാതിരിക്കൂ. നിങ്ങൾ ഇടപെടുന്നു പോലെ ഞാനത് ഇപ്പോഴെങ്കിലും ആനന്ദ് ഇടപെടും. അയാൾ എന്തൊക്കെയാ പറയുന്നത്? അയാൾ ആരാണ്? മറ്റൊരു രണ്ടും ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാർ ഇയാളെ പോലുള്ള വിഡ്ഢികളൊക്കെ വരുന്നതിനൊന്നും ഞാൻ മറുപടി പറയാം. ദയവ് തന്നെ വിളിക്കാതിരിക്കും പ്ലീസ്. അദ്ദേഹം ആരാണ്? എന്ത് രാഷ്ട്രീയ നിരീക്ഷണമാണ് അദ്ദേഹം പറഞ്ഞത്? സജീഷിനെയും അതുപോലെ ലാൽബോസിനെയും ഒക്കെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തെ വിളിക്കാതിരിക്കും. ഇദ്ദേഹം വേണമെങ്കിൽ വേറെ വല്ലയിടത്തും പോയി അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കട്ടെ. ഒരു കൈരളി പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൽ വന്നല്ല മോഡി വിരുദ്ധ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത്. അതൊരു ഇദ്ദേഹത്തെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നത്? ആരാണ്? ഞാൻ എല്ലാ അതിഥികൾക്കും സമയം കൊടുത്തല്ലോ ശ്രീകുമാർ. അദ്ദേഹം ആരെന്നുള്ളതല്ല, ഈ ചർച്ചയിൽ ആര് പങ്കെടുക്കണം, എന്ത് നിലപാടെടുക്കണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാനാകില്ല. താങ്കൾ മറുപടി പറയൂ, താങ്കൾക്ക് അവസരമുണ്ടല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് ആനന്ദ പറഞ്ഞത്. നിങ്ങൾ അങ്ങ് കേട്ടോണ്ടിരിക്കുക. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കോർ ഇഷ്യൂ എന്താണ്? മോഡിയെ പുറത്താക്കണം, പുറത്താക്കിക്കോട്ടെ.
ഞാൻ പറഞ്ഞത് അത് അവിടെ ഞാൻ നിർത്തി, അദ്ദേഹമായിട്ടുള്ള തർക്കം നിർത്തി. ഞാൻ പറഞ്ഞ എനിക്ക് രസമായിട്ട് തോന്നി ഇദ്ദേഹത്തെ പോലുള്ള ഒരു വിവരദോഷിയൊക്കെ വന്ന് കൈരളി പോലുള്ള ചർച്ചയിൽ പറഞ്ഞാണ് എന്നോട് മാത്രം ചോദിക്കാതെ ഞാൻ പറഞ്ഞ സജീഷോ ലാൽ ബോസോ ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ത് വേണം പറഞ്ഞോട്ടെ. ശരി ശ്രീകുമാർ, അത് നമുക്ക് മാറ്റി നിർത്താം. താങ്കൾ ഈ പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്യൂ. എന്ത് ആധികാരികതയാണ് നേരത്തെ പറഞ്ഞ ചോദിച്ചു, സാധാരണക്കാരുടെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചു, അതിനൊക്കെ എണ്ണമിട്ട് മറുപടികൾ കിട്ടിയുമുണ്ട്. അതെ ഞാൻ പറയാം. ഞാൻ ഈ സജീഷിനും സജീഷ്, എം പി രാജേഷ് ഇവരൊക്കെ കുറച്ച് നാളായിട്ട് പറയുന്നതാണ് ഗുരുജി, വിചാരധാര, ഇങ്ങനെ കുറെ കോട്ടിങ്സ് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കള്ളം പറയാറുണ്ട്. വിചാരധാരയല്ല BJPയുടെ ആധികാരിക പുസ്തകം, അല്ല വിചാരധാര അനുസരിച്ചല്ല BJP പ്രവർത്തിക്കുന്നത്. അത് ഏകാത്മാ മാനവ എന്ന ഒരു ദർശന പുസ്തകമാണ്. അത് ഗുരുജി ഗോൾവൽക്കറിന്റെ പുസ്തകവുമല്ല. ഇതൊക്കെ അറിയാം. ഗുരുജി ഗോൾവൽക്കറിന്റെ ബെഞ്ച് ഓത്തോഴ്സ് ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും റിപ്പോർട്ട്സും ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ് വിചാരധാര. അതിൽ ഒരിടത്ത് പോലും ഞങ്ങളുടെ ഒന്നാം ശത്രു കമ്മ്യൂണിസ്റ്റ് ആണ്, രണ്ടാം ശത്രു മുസ്ലിമാണ്, മൂന്നാം ശത്രു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നില്ല. ഇതൊന്ന് വായിച്ചു നോക്ക്. വായിച്ചു നോക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമായുള്ള SRPയോട് ചോദിക്ക്. കാരണം അദ്ദേഹം RSന്റെ നേതാവായിരുന്നു പണ്ട്. അദ്ദേഹം ഇത് വായിച്ചിട്ടുണ്ട്. SRPയോട് ചോദിച്ചാൽ സജീഷിനും MP രാജേഷിനും ഒക്കെ കൃത്യമായിട്ട് പറയും ഇതാണ് വിചാരധാര, ഇതാണ് ഗുരുജി ഗോൾവൽക്കർ, അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കും. ഇവരെന്നും എല്ലാ ചർച്ചയിലും പറയുന്നതാണ്. ഇപ്പൊ പുതുകുറ്റ് ഇടതുപക്ഷ അല്ല CPM നേതാക്കന്മാർ എഴുതാണ് വിചാരധാരയെ പറയുന്നു ഇങ്ങനെ. പിന്നെ കണക്ക് ഞാൻ കള്ളക്കണക്കാന്ന് പറഞ്ഞ കാര്യം എൻഡോസ് ചെയ്തല്ലോ സജീഷ് പറഞ്ഞു ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥര് ഉണ്ടാക്കിയ കണക്ക് സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടില്ല. സർക്കാർ പബ്ലിഷ് ചെയ്ത കണക്ക് എങ്ങനെ ഇവർക്ക് കിട്ടി? അതല്ലേ കള്ളക്കണക്കെന്ന് പറഞ്ഞ. ഈ എല്ലാ കണക്കുകളും അവിടുന്ന് ഇപ്പം യെദ്യൂരപ്പയുടെ ഏതോ ഒരു ഫോട്ടോസ്റ്റാറ്റ്, കോൺഗ്രസ് നേതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചുകൊണ്ട്, യെദ്യൂരപ്പയുടെ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചുകൊണ്ട് അത് അങ്ങനെ ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി കണക്ക്? അതുകൊണ്ട് സജീഷ് ഞാൻ പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്തു, അതെ പിന്തുണച്ചു. കാരണം ഇതൊരു കള്ളക്കണക്കാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതെന്നുള്ളതല്ല, അത് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് കണക്കാകുന്നത്. ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ട് കണക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. ലോകത്തിലെ ഏറ്റവും പട്ടിണി രാജ്യങ്ങൾ 107 പട്ടിണി രാജ്യങ്ങൾ ഇഷ്ടത്തുള്ള 105ാം സ്ഥാനത്താണെന്നൊക്കെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. സജീഷേ, നിങ്ങൾ ഈ പറഞ്ഞ കണക്കെല്ലാം പൊട്ടയാന്ന് അപ്പൊ തന്നെ ആൾക്കാർ. ശ്രീകുമാർ വ്യക്തമാണ്. സജീഷ് ഏതായാലും സമയപരിമിതി കൂടിയുണ്ട്. വളരെ എണ്ണിയാണ് ശ്രീകുമാർ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സജീഷ്, ഞാൻ പറഞ്ഞ നിങ്ങൾ ക്യാമ്പ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി CPM നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയമായിട്ട് ആധികാരികമാണ്, ഓർഗനൈസേഷനുകളുടേതാണ്. അതുപോലെ തന്നെ WHO അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്കണോമിക് ആയിട്ടുള്ള ഓരോ സംഘടനയുടെയും കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷനുകളുടെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേൾഡ് എക്കണോമിക് ഓർഗനൈസേഷനിലെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കണക്ക് ഇവർ പുറത്തുവിട്ടില്ല എന്ന് പറയുന്നത് പുറത്തു വിട്ടതാണ്. പക്ഷേ അതിൽ വൈകിയത് കാരണമാണ് ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. എത്രയോ കാലമായി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചതിന്റെ ഭാഗമായിട്ട് ഇത് വ്യക്തമായ കണക്കാണ്. ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഉൾപ്പെടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇവരിങ്ങനെ കള്ളക്കണക്കുകൾ പറയും, കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കള്ളത്തരങ്ങളോ കണക്കുകളോ ഒന്നും ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ്, അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അവർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ശരി സജീഷ്, അനിൽ ബോസ് അവസാനമായി അനിൽ ബോസ് എന്താണ് നോക്കൂ, എത്ര രൂക്ഷമായ പ്രശ്നങ്ങളാണ്. ഒരു പുകമറ മാത്രം സൃഷ്ടിച്ച് മാറ്റി നിർത്തുകയാണോ BJP ഘട്ടത്തിൽ ചെയ്യുന്നത് ഈ ചർച്ചയിൽ പോലും? അനിൽ ബോസ് വ്യത്യസ്തമാണ്. അല്ല, അംബാനിയായിട്ടാണ് നമ്മുടെ സമയപരിമിതി കൂടിയുണ്ട്. അനിൽ ബോസ് എന്താണ് അവസാനമായി പറയൂ. പീഡിപ്പിക്കേണ്ട അതൊന്നും പറഞ്ഞ് നല്ല പിള്ള ചമയാൻ നോക്കണ്ട. അവരൊക്കെ ഈ നാട്ടിലെ അല്ല, ഇവരിങ്ങനെ കിടന്ന് ബഹളം വെച്ചോണ്ടിരുന്ന നമ്മളെങ്ങനെ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുകയായി. ഇത് നിർത്തുന്നില്ലല്ലോ ഇപ്പോഴും. അല്ല, താങ്കൾ പറയൂ. ഇലക്ഷൻ ക്യാമ്പയിൻ മോഡി സർക്കാർ ചെയ്തിട്ട് ശ്രീകുമാർ പ്ലീസ്, അഴിമതികളെ കുറിച്ച് പറയൂ, ശബരിമല ഇഷ്യൂ ആണ്, ശബരിമലയെ കുറിച്ച് പറയൂ. അനിൽ ബോസ് പറയൂ. അനിൽ ബോസ് സമയപരിമിതി കൂടിയുണ്ട്. അനിൽ ബോസ് പറയൂ. അതുകൊണ്ട് ആ ചുമ്മാ കിടന്ന് രണ്ടുപേരോട് വർത്താനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർ രണ്ടുപേരും വർത്താനം പറയുന്നോടത്ത് ഞാനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? പറയൂ. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ വിഷയത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപഹസിക്കുകയും അവമാനിക്കുകയും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ലാൽകുമാർ ഇന്ത്യയിലെ ഒരു പൗരനല്ലേ? ലാൽകുമാർ ഇന്ത്യയുടെ പൗരൻ. അദ്ദേഹത്തിന് തോന്നുന്ന
അല്ല, നിങ്ങൾ പൗരന്മാർ പറയുന്ന വിഷയത്തിന് മറുപടിയായി പറയൂ. അദ്ദേഹത്തിന്റെ വ്യക്തിപരത്തെ അല്ലല്ല അത് അദ്ദേഹം പറഞ്ഞതൊക്കെ വസ്തുതാപരമായി ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ജനകീയ പ്രശ്നങ്ങളാണ്. തീർച്ചയായും ലാൽകുമാർ, അല്ല, ഒരു ജനകീയ ചർച്ചയിൽ ആ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്നാണ് പറഞ്ഞത്. ലാൽകുമാർ, തീർച്ചയായും എനിക്ക് എന്റെ അഭിപ്രായമല്ല, കാരണം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ ചർച്ചയിൽ താങ്കൾ ഉയർത്തിയ പ്രശ്നങ്ങൾ കാതലായി ചർച്ച ചെയ്യട്ടെ. താങ്കൾ പറയൂ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കൈരളി വിളിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തെ പോലെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായും ഞാൻ അദ്ദേഹം പറഞ്ഞപ്പം പെടഞ്ഞത് എന്റെ ജനാധിപത്യ മര്യാദ കൊണ്ടാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചുകൊണ്ടുണ്ട് ഞാൻ സംസാരിക്കും. അദ്ദേഹത്തിൽ ഒരു പോയിന്റ് പോയി ഞാൻ റെഫ്യൂട്ട് ചെയ്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവവും ഒരു ഫ്രസ്ട്രേഷനോ കണ്ടില്ലേ? ആ ജനം ഇത് കണ്ടാൽ മാത്രം മതി. എന്റെ പ്രശ്നം അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട. സമയപരിമിതി അദ്ദേഹം തീർന്നു പോയ സാധനം അവിടെ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് സെൽഫ് ഡിസ്ട്രക്ടിങ് എന്ന് പറയും. അതാണ് അവിടെ സമയപരിമിതി കൊണ്ടുകൂടി ഇടപെടുകയാണ്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 24 ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും തന്നെയാണോ ജനങ്ങളോട് സംവദിക്കപ്പെടുന്നത്? സാധാരണക്കാരന്റെ ജീവൽ പ്രശ്നങ്ങളോടോ ഈ നാട് നേരിടുന്ന ഗുരുതര വിഷയങ്ങളോടോ യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ചർച്ചയാക്കപ്പെടുന്നുണ്ടോ? ഇനിയും നമ്മൾ അത്തരം യാഥാർത്ഥ്യബോധമില്ലാത്ത വാക്കിന്റെ കസർത്തുകളിൽ കുടുങ്ങണോ എന്ന് സാധാരണക്കാരൻ ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഒരു നിർണായക ഇലക്ഷൻ കൂടിയാണ്. ആ നിലയിലാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ചർച്ചകളെ, രാഷ്ട്രീയ പാർട്ടികളുടെ ക്യാമ്പയിനുകളെ പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.